ആ ഒറ്റ ഒന്ന് കുറച്ച് വെച്ച് കാണാടാ. പറഞ്ഞ ഉടനെ കേൾക്കുന്ന ഒരു മക്കൾ. ഏത് നേരം നോക്കിയാലും ഈ പെട്ടിയുടെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ കുത്തിയിരിക്കുക. മനുഷ്യന് കുറെ നേരം സൗകര്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയത്. എഴുന്നേറ്റ് പോയി പഠിക്ക. എന്താ അതിശയമാണല്ലോ, നമ്മുടെ വീട് തന്നെയാണോ? ഇപ്പോഴാണ് ഇതൊരു വീടായതെന്ന് തോന്നുന്നു. എന്ത് പറ്റി മോനെ? TV കാണിക്കാൻ സമ്മതിക്കാതെ അച്ഛൻ നിർത്തിക്കളഞ്ഞു. അതും ശബ്ദം വളരെ കുറച്ച് വെച്ചാ കണ്ടത്. അവൻ ഇത് തന്നെയാ ജോലി. പുറത്തുള്ള ദേഷ്യം ഇതിനകത്ത് തീർക്കും. അവൻ എവിടെ? എന്താടാ, ശരീരത്തിന് സുഖമില്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓ, ഇതാണോ നിന്റെ പ്രശ്നം? എന്ത് നിസ്സാരമായിട്ടാ ചോദിക്കുന്നത്? പിന്നല്ലാതെ, അമ്പല കമ്മിറ്റിയിൽ നിന്നെ ചേർത്തില്ലെങ്കിൽ അത്ര അലച്ചിലില്ലാതെ വീട്ടിലിരിക്കാമല്ലോ. എങ്ങനെ ഇരിക്കാൻ പറ്റും? ചേട്ടനത് നിസ്സാരമാണ്. ചേട്ടന് തോന്നുന്നില്ലേ, ഞാൻ കൗൺസിലർ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റെ ചുറ്റിനും എത്ര പേരുണ്ടായിരുന്നതാ? ഇപ്പൊ ഒരുത്തരെങ്കിലും കാണുന്നുണ്ടോ? ചേട്ടനെന്താ ഗവൺമെന്റ് ഉദ്യോഗമുണ്ട്. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. ചേട്ടന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേട്ടൻ റിട്ടയർ ആകുന്നത് വരെ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. എന്നാൽ രാഷ്ട്രീയത്തിലെ പദവിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ അംഗീകാരമുള്ളൂ. ആ അംഗീകാരം അവസാനം വരെ നിലനിർത്തണമെങ്കിലേ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. ഇതാ കണ്ടില്ലേ, രായെന്നും പകലും ഇല്ലാതെ നമ്മുടെ കൂടെ ഉള്ളവരാ അവര്. എന്തിനു വേണ്ടിയാ? അവര് നമ്മുടെ ബന്ധുക്കാരോ സ്വന്തക്കാരാണോ? നമ്മുടെ കയ്യിലുള്ള അധികാരം വെച്ച് നമ്മൾ അവരെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാ. അതും കൂടി ഇല്ലെന്ന് വെച്ചു ഈ ഓമാര് നമ്മളെ തിരിഞ്ഞു പോലും നോക്കുകയല്ല. ചേട്ടൻ ഇതിന് ആവശ്യമില്ലാതെ വിഷമിക്കുന്നത്. ആരേ ഗോപാലൻ? അന്നേട്ടൻ കൗൺസിലർ ആയിരുന്നപ്പോൾ ഒരുപാട് പണികളുണ്ടോ അവനെ ഏൽപ്പിച്ചു. എന്നിട്ടും നമ്മൾ അവൻ കമ്മിറ്റിയിൽ ഇട്ടിട്ടില്ലല്ലേ? ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കൈയും കാലും ഓടിച്ച് അടുത്ത പൂരം ഞാൻ കാണിക്കില്ല. മിണ്ടാതിരിക്കടാ. കൗൺസിലർ ആയിരുന്ന ആള് അടുത്ത പ്രാവശ്യം മേയർ ആകുന്നതിനെ കുറിച്ചോ MLA ആകുന്നതിനെ കുറിച്ചോ MP ആകുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അമ്പല കമ്മിറ്റിയിൽ പേര് വെച്ചില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ? വെട്ടാൻ പോകുന്നു, കാല് വെട്ടാൻ പോകുന്നു. ഇതൊക്കെയാണോ നമ്മുടെ ജോലി? ഇതൊന്നുമല്ല നമുക്ക് പ്രധാനം. പദവിയാണ് ആവശ്യം. ഈ പ്രാവശ്യത്തെ ഉത്സവം ഗംഭീരമാണ്. നമുക്ക് ഗംഭീരാക്കാം. നമസ്കാരം. വാ 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 ഇരിക്കെ. നിങ്ങൾക്ക് 100 ആയുസാണല്ലോ. നിങ്ങളുടെ അനിയന്മാരെയൊന്നും കണ്ടില്ലല്ലോ. എന്തോ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് എന്റെ അമ്പലപ്പിരിവ്. ആ ചേട്ടന്റെ പിരിവ് എഴുതിക്കെ. പിന്നെ അണ്ണാ, സോമൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ വർഷത്തെ ഉത്സവം ഗംഭീരമാക്കണമെന്ന്. അതിനെന്താ ഗംഭീരമാക്കാം? കാവടിയായിട്ടോ എല്ലാം പുതുക്കോട്ട സെറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങളുടെ സ്വന്തം ചെലവാ. വിരോധമൊന്നുമില്ലല്ലോ. അമ്പലം നിങ്ങളുടെ തന്നെയല്ലേ? എല്ലാം നോക്കി കണ്ട് ചെയ്താ സന്തോഷമേ ഉള്ളൂ. എന്നാ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ എന്താ, ആശാന് ചെലവാക്കാൻ ഒരു മടിയില്ല. വിവരദോഷി. കമ്മിറ്റി കയറാൻ പറ്റാത്തതുകൊണ്ട് കാശ് മുടക്കി കാവടിയാട്ടത്തിന്റെ തലവനാവാൻ നോക്കുക. എന്തൊക്കെ കളിച്ചാലും ഞാൻ ഉള്ളത് വരെ കമ്മിറ്റിയിൽ അങ്ങനെ കയറ്റുവോ? അവന്മാര് നമ്മളെക്കാളും മുമ്പ് എത്തിയെന്ന് തോന്നുന്നു. എന്ന് ഞാൻ അവക്കിട്ട് വെച്ചിട്ടുണ്ട്. ചിന്ന, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നെന്താ വല്ലാത്തൊരു ബഹുമാനം? എന്റെ രമണ, ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്ത് പറഞ്ഞു? വൈകിട്ട് ചിന്നന്റെ ചെലവാണ്, കൃത്യസമയത്ത് ഇങ്ങ് എത്തണമെന്നും പറഞ്ഞു. ഞാൻ വരികയും ചെയ്തു. ശരിയല്ലടാ അരവിന്ദ? അതെ, അങ്ങനെയാ പറഞ്ഞത്. എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് തമാശയാ. ഉത്സവത്തിന് മൈക്ക് സെറ്റിന്റെ കാര്യത്തിന് നമ്മളോട് ചിഹ്നം സഹായം ചോദിച്ചിരുന്നല്ലേ. നമ്മൾ ഊറ്റിയെടുക്കുന്നതിന് അങ്ങേരുടെ സഹായം കൊണ്ടാ. അങ്ങനെയുള്ളപ്പോ നമ്മൾ എങ്ങനെ അയാളെ സഹായം? ഒന്നും അറിയാതെ സംസാരിക്കല്ലേ. പാവം മനുഷ്യൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ? നീ ഒഴിക്ക്. ഒന്നുകൊണ്ടും വിഷമിക്കാതെ ചിന്ന. തിരക്ക് കാരണം അവര് മറന്നുപോയതാ. ഇങ്ങോട്ട് ഒഴിക്ക്. മതി മതി. 3 വർഷം മുമ്പുള്ള ഉത്സവത്തിന് ഇവന്റെ ലൈറ്റ് തികയില്ല എന്ന് പറഞ്ഞു. ലൈറ്റും വാങ്ങി വെച്ചു. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ചോദിച്ചപ്പോ ഇവന്റെ കോളാമ്പി കൊള്ളില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയതൊരെണ്ണം മേടിച്ചു വെച്ചു. ഈ വർഷം ചോദിച്ചപ്പോ ആ മൊട്ട ഗോപാലൻ ഉത്തരം പറയുന്നില്ലെന്ന്. കാര്യമൊക്കെ ശരിയാ. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യണമെന്നാ? നിങ്ങൾ പോയി മനോഹരനോട് സംസാരിച്ച അയാളെല്ലാം റെഡിയാക്കി തരില്ലേ? അയ്യേ, ഈ കാര്യമൊക്കെ ഞങ്ങൾ എങ്ങനെ പോയി പറയും? എന്താ രമണ,
മനോഹരൻ ചേട്ടനല്ലേ, വീട്ടിൽ പോയി സംസാരിച്ചാ മതി. അത് ശരിയാവില്ലടാ. രമണ, വീട്ടിൽ പോയി മനോഹരൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച ഉറപ്പായിട്ട് ഇപ്രാവശ്യം ആരാടാ? വേറെ ആരാ? ഉത്സവം കഴിയുന്നവരെ നമ്മുടെ ചിഹ്നം തന്നെ. എന്താടാ എന്താ ഞായറാഴ്ചയായിട്ട് എങ്ങോട്ടായി സ്റ്റൈലില്? എനിക്ക് പോ. എങ്ങോട്ടാടാ? ചിന്നൻ ചേട്ടന്റെ കാര്യത്തിന് വേണ്ടി മനോഹരൻ ചേട്ടനെ കാണണ്ടേ? എഴുന്നേക്ക് പോ. എടാ, രാത്രി കള്ളടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നേരം വെളുത്തപ്പോ അതങ്ങ് വിട്ടേക്കണം. അല്ലാതെ നീ ഇത് കാര്യാക്കുവാ? എന്ത് തോന്നിയസാ പറയുന്നേ? എന്താ രമണ, ഇവൻ പറയുന്നിട്ട് നീയും തുടങ്ങിയ? എടാ, നമ്മുടെ ചിന്നൻ ചേട്ടനല്ലേ, നമ്മൾ സഹായിച്ചില്ലെങ്കിൽ വേറെ ആര് സഹായിക്കും? എണീക്കടാ. ഡാ, നീ വരുന്നുണ്ടോ ഇല്ലയോ? വാടാ, നമുക്ക് പോവാ. എന്താടാ? നമസ്കാരം ചേട്ടാ. മനോഹരൻ ചേട്ടൻ ഒന്ന് കാണാൻ വേണ്ടി. അകത്തുണ്ടാ, പോയി കണ്ടോ. ചെല്ലേ. വാടാ. നമസ്കാരം ചേട്ടാ. എന്താടാ, മൂന്നും കൂടി എന്തോ ഒപ്പിച്ചിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. വേറൊന്നുമില്ല ചേട്ടാ, ചിന്നൻ ഇപ്രാവശ്യം ഉത്സവ കോൺട്രാക്ട് വേണം. അത് ചേട്ടനൊന്ന് ഗോപാലനായിട്ട് സംസാരിച്ചൊന്ന് ശരിയാക്കി തന്നിരുന്നെങ്കിൽ. രമണ, നമ്മളവനെ പൂര കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കിയത് ഇപ്പോഴാ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ കാല് പിടിക്കണമെന്ന്. ഇപ്പം പോയി ചോദിച്ചെന്ന് വെച്ചോ, എന്താ പറയാന്നറിയോ? അയ്യോ എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇപ്പോഴാണ് ഒരാളുടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചതെന്ന്. ഇതൊന്നും ചേട്ടൻ അറിയാണ്ട. അപ്പം അരവിന്ദ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആശാനോട് ചുമ്മാ ഇരിക്കാൻ പറ. പൂരം കഴിഞ്ഞ അടുത്ത ആഴ്ച പൊതുയോഗ കമ്മിറ്റി കൂടുന്നുണ്ട്. ചേട്ടനോട് പറഞ്ഞ് മൊത്തം കോൺട്രാക്ട് ആശാന് പിടിച്ചു കൊടുക്ക. രമണ, ഇവൻ ചിന്നന് വേണ്ടി വന്നതാന്നാ വിചാരിച്ചേ? ഇവൻ ചുറ്റിക്കളിക്ക് വേണ്ടി വന്നതാ. അരവിന്ദ, അവർക്കെങ്ങാനും മനസ്സിലായാലുണ്ടല്ലോ നിന്റെ തോലുരിച്ചെടുക്കും. ഒരിക്കും നമ്മുടെ ഈ മാങ്ങ പറിക്കാൻ പോ. ഒന്ന് പോടാ. ചിന്നൻ ചേട്ടോ, എല്ലാം കണ്ടു. എന്ത് കണ്ടെന്നോ? എല്ലാം സംസാരിക്കുകയും ചെയ്തു. ഒരുപാട് നന്ദി മോനെ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. രമണ, കണ്ടില്ലേ? അവൻ എന്ത് വേണേലും പറയട്ടാ. എടാ, ഒന്നരേ പോയി പൈന്റ് മേടിച്ചിട്ട് വാടാ. അതിന് കാശ് അറിയില്ല ഉള്ളേ. ചിന്നൻ്റെ അടുത്ത് നമ്മുടെ കൂലി മേടിക്കടാ, നമ്മൾ ജോലി ചെയ്തിട്ടില്ലേ? അതെ, ഇന്നലെ വാങ്ങി കുടിച്ചപ്പോ ഓർക്കണം. അയ്യോടാ, അതപ്പോ അഡ്വാൻസ് അല്ലായിരുന്നോ? അയാള് തരുന്നത് നക്കാപ്പിച്ചയാ, പിന്നെ അഡ്വാൻസ് തരാൻ പോകുന്നത്. ദേ, ഇത്രയും നാളും അങ്ങേര് ചുമ്മാ തന്നു. ഇപ്പൊ ജോലി ചെയ്താലേ തരുവളെന്നാ പറയുന്നത്. അയാൾക്ക് ഉത്സവത്തിന്റെ കോൺട്രാക്ട് കിട്ടുന്നത് വരെ നമുക്ക് 10 പൈസ പ്രതീക്ഷിക്കണ്ട. അന്ന് അരവിന്ദനോട് ചോദിക്കും. എത്ര നാളെന്ന് വെച്ചാൽ അരവിന്ദനും രമണനും നമുക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നത്? അവർക്കും ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അല്ല, നീ വലിയ ഭീം വിളക്കുന്നുണ്ടല്ലോ. നിന്നെ കൊണ്ടൊരു കാര്യചായക്ക് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടോടാ? ചോദിച്ചാ നിന്റെയൊക്കെ മൂത്തവനല്ലേ എന്ന് പറയും. നിനക്ക് നാണമില്ലല്ലോ. എന്റെ കാലിന് ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിലേ നിന്നെയൊക്കെ ഇരുത്തി തീറ്റിച്ചാനെ. നമ്മുടെ വീടിനടുത്തുള്ള അണ്ണൻ, അയാൾ നിന്നെ വിശ്വസിച്ച് ഒരു ബീഡിയെങ്കിലും കടം തരുവോടാ? അന്ന് നടന്ന കാര്യം എന്താന്ന് നിനക്കറിയാലോ. നീ നാണം കെട്ടി തിരിച്ചിങ്ങു പോന്നു. എന്നോടെങ്ങാണോ അയാൾ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഈ ഒരു കാല് ഞാൻ മടക്കി വെച്ചിട്ട് മറ്റേ കാലുകൊണ്ട് അയാളെ നെഞ്ചത്ത് ചവിട്ടി മെതിച്ചോനെ. എടാ, എഴുന്നേക്കടാ. ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാതെ. എൻ്റെ ചേട്ടാ, ഒന്ന് വേഗം കാട കിടക്ക്. നാട്ടിൽ മുഴുവൻ മമ്മൂടി കള്ളന്മാരാ. എടാ, അവന്മാരൊന്നും നമ്മുടെ അടുത്ത് വരില്ലടാ. ചേട്ടാ, ചേട്ടാ, നീ വരുന്നുണ്ട് ചേട്ടാ. ആര് വരുന്നെന്നാ? ധൃതി പിടിക്കലോ എടുക്കുന്ന കണ്ടില്ലടാ. ഇതെടുക്കട്ടെ. നീ പറഞ്ഞിട്ട് എടുത്തില്ലെന്ന് വേണ്ട. വെട്ടുന്നല്ല എടുത്തോണ്ടിരിക്കുന്നത്. വേഗം വാടാ. അയാൾ നിന്നെ വിശ്വസിച്ച് ഒരു ബീഡിയെങ്കിലും കടം തരുവോടാ? എടാ വാസി, നീ വീഡിയോ എടുക്കാൻ മറന്നുപോയടാ. വലപ്പിച്ചോടാ. പിന്നെ ഞാൻ ഇതുവരെ കഴിഞ്ഞില്ലേ? അന്ന് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിட തെറ്റായിപ്പോടാ. അണ്ണാച്ചി വിളിക്ക്, FIR എഴുതിയവന്മാരെ പൊക്കരുത്. ആരാ പുറത്തേക്ക് എടുക്കാൻ വരുന്നത് ഞാൻ ഒന്ന് കാണാൻ. നീ മോഷിക്കോടാ. അണ്ണാച്ചി വാ, ഒന്ന് വേഗം. വെങ്കടേശ, നമസ്കാരം. ആളെത്തിയല്ലോ.
ഒരു എഫ്ഐആർ എഴുതി കൈയെഴുതി വാങ്ങിച്ചോ. കേസൊന്നും വേണ്ട സാറേ, അതിനുള്ള ശിക്ഷ കൊടുത്തില്ലേ. എന്തൊക്കെയായാലും ഇവന്മാര് നമ്മുടെ പിള്ളേരല്ലേ സാറേ, പാവം വിട്ടേക്ക്. അതല്ല ഞാൻ ആലോചിച്ചത്. ഈ സുബ്രഹ്മണ്യൂർ ഏരിയയിൽ ഇത് തന്നെയാ പതിവാ തീർന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യും, നിങ്ങൾ തന്നെ വന്ന് വിളിച്ചോണ്ടും പോവും. ആദ്യം നിങ്ങളെ വേണം പിടിച്ചകത്തിടാൻ. ഇവന്മാരെ പിടിച്ച് പുറത്തേക്ക് അടിച്ചു കൊല്ലുന്നേ. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? രമണനും അരവിന്ദനും പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ചേടാ എവിടെ കയറി കൈവെക്കണമെന്ന് അറിയില്ലേ? നമ്മുടെ അണ്ണനോട് വേണമായിരുന്നോ? സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും കക്കുവാടാ? നമ്മുടെ അണ്ണൻ ആരാന്നാ വിചാരിച്ചേ? അധ്വാനിക്കുന്ന മനുഷ്യനാടാ. ഈ ഒറ്റക്കാല് വെച്ച് ഞാൻ അധ്വാനിക്കുമ്പോ നിനക്കൊക്കെ എന്തിന്റെ കുറവാടാ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേടാ. ഇനി എത്ര കാലം വെച്ചാ പോലീസിന്റെ അടി വാങ്ങിക്കുകയും കടയുടെ മുമ്പിലൊക്കെ പോയി കുത്തിയിരിക്കുകയും ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സമാധാനത്തോടെ ജീവിച്ചൂടെ? ഇന്നലെയും കൂടെ നിന്റെ ഏടത്തെ ഞാൻ റേഷൻ കടയിൽ വെച്ച് കണ്ടു. ഒരുപാട് പറഞ്ഞു, വീട്ടിലാരും മിണ്ടുന്നില്ലെന്ന്. എന്തൊക്കെയായാലും അവർക്കും വിഷമം ഉണ്ടാവാതിരിക്കില്ലേ? ഓ തുടങ്ങി രാവിലെ തന്നെ. എന്താടാ എനിക്ക് പറയാൻ പാടില്ലേ? അവരും നിന്നെ പോലെയൊക്കെ തന്നെ എനിക്ക് മക്കളാടാ. ദേ ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ഈ കാലം വെച്ചോണ്ട് കാട്ടിക്കൂട്ടണം നിനക്കൊക്കെ അറിയാലോ. എടാ നീ ഗവൺമെന്റിന് എന്തെങ്കിലും എഴുതി അയച്ച് ഇരുന്ന് ചെയ്യാവുന്ന ജോലി നോക്കിക്കൂടെ? അതൊക്കെ മടിയന്മാര് ചെയ്യുന്ന പണിയല്ലേ അമ്മച്ചി. ഞങ്ങളൊക്കെ ഓടിച്ചാടി ജോലി ചെയ്യുന്ന പിള്ളേരാ. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. ഇന്നലെ നിന്റെ അമ്മാവൻ വന്നു. അയാൾക്ക് എന്ത് വേണമെന്ന് കണ്ടില്ലേ ഇവൻ പറയണത്? അമ്മാവെന്നും പറഞ്ഞ ഒരാളേ ഉള്ളൂ. അവനെ കണ്ടില്ലേ? അരി തരുന്നുണ്ട്, കാശ് തരുന്നുണ്ട്, മോളെയും കെട്ടിച്ചേരാന്നാ പറയുന്നേ. മോനെ നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇങ്ങനെയാ മോനെ, എന്ത് പറഞ്ഞാലും ദേഷ്യ. ഞാനിതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. അതൊക്കെ വിട്ടുകളാമേ. ചായ ഉണ്ടെങ്കിൽ ഇച്ചിരി താ. അവന്റെ ഒരു ചായ. നിന്റെ ഗ്ലാസും കാലിയാണല്ലേ?